അപ്പൊ നമ്മളിതേ കുറച്ച് പീലോപ്പി മേടിച്ചിട്ടുണ്ട്. അടിപൊളി പീലോപ്പികളാണ് കേട്ടാ. എത്രയായിട്ട് കിട്ടി നമുക്ക് പിലോപ്പി? കിലോ 100 രൂപ. കിലോ 100 രൂപ. വളരെ വിലക്കുറവ്. കിലോ മേടിച്ചു 150 രൂപയ്ക്ക് മേടിച്ചു. നമുക്ക് നല്ല വിലക്കുറവിന് കിട്ടിട്ട പിലോപ്പി. എങ്ങനെയാ അത് കുഴപ്പമില്ല. അയ്യല്ലേ പറയേ കാര്യങ്ങൾ 3 എടുത്തിട്ട് ഇപ്പൊ വറക്കണം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നാളേക്ക് കറി വെക്കണം. അപ്പൊ നമുക്ക് നന്നായി ഇത് ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യം ഇത് ഉപ്പിട്ടാൽ മതില്ലേ? നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ കല്ലുപ്പിട്ടിട്ട് നന്നായി ഇങ്ങനെ ഉരയ്ക്കാട്ടോ. അപ്പം അതിൻ്റെ മേലത്തെ അഴുക്കൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങുന്ന മീനായിട്ട് കിട്ടും. വെള്ളി നിറച്ച് കിട്ടും എന്നാണ് വ്യത്യാസം. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം നന്നാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അധികം ഇതൊന്നുമില്ല. ഉപ്പല്ലിട്ട് നമ്മൾ കാരണന്മാരായിട്ട് കണ്ടു തന്നെ ഒരു ഇതല്ല. അല്ല, ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഇത് പോകും, കറുപ്പ് കളറൊക്കെ പോയി കിട്ടും, ചളിയൊക്കെ പോകും. ആ ഒരു വഴുവഴുന്നതിനുള്ളൊരിതില്ലേ, അതൊക്കെ പോയി കിട്ടും. അപ്പം അത് ഫുള്ളായിട്ട് കഴിയട്ടെ. അപ്പം നമുക്ക് വറക്കാനുള്ളത് ഇപ്പോൾ വരഞ്ഞെടുക്കാട്ടാ. എന്നിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ആ, കരിമീൻ വറക്കണ മാതിരി വറക്കുള്ളൂ കേട്ടോ. അത് അതിൻ്റെ സൈഡിലെന്താ നല്ല പിലോപ്പിയാണെങ്കിൽ നല്ല രസമാട്ടോ വറുത്ത് കഴിഞ്ഞാൽ. മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പും മാത്രം മതി, വേറെ ഒന്നും ചേർക്കണ്ട. കറിവേപ്പിൻ്റെ കറിവേപ്പിൻ്റെ ഇല പിന്നെ അത് അടിയിൽ ഇടുന്നതാണ്, വേറെ ഒന്നും വേണ്ട. പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ തോളിച്ചു കൊടുക്കാം, അത്രേ വേണ്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ? ഹായ്. അപ്പം നമുക്ക് എനിക്ക് ആദ്യം ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടോ, കുറയ്ക്കണ്ട. 1 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണ് മഞ്ഞപ്പൊടി, വലിയ ടീസ്പൂണ് മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ. പാകം ഇത്തിരി മുന്തി നല്ല അതിൽ വറക്കണതിൽ അത് കിട്ടുള്ളൂ കേട്ടോ. എന്തൊരു സാധനം വറക്കുമ്പോഴും ഇത്തിരി ഉപ്പ് മുന്തി നിൽക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളത് കാണിക്കുന്ന മാതിരി വിനീഗറും ഇഞ്ചിയും പച്ചമുളകൊന്നും ചേർക്കണില്ല കേട്ടോ. അത് നമുക്ക് വേണ്ട, ഇത് മാത്രം മതി. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, വെറൈറ്റിയാണ്. ഇപ്പോഴല്ല എല്ലാ ഐറ്റംസും എല്ലാവരും ചേർത്ത് തുടങ്ങി. പണ്ടൊക്കെ നമ്മൾ ഈ ഉപ്പും മുളകും അത്ര വേണ്ടോ? ഭയങ്കര രസമാണ്. ഇതിലൊക്കെ വേറെ കെമിക്കലൊന്നും ഇല്ലല്ലോ. പിന്നെ ചെകളരി ഉള്ളിലേക്കൊക്കെ കയറ്റി പിടിച്ചോളാം. മസാലയൊക്കെ തേച്ചതിന് ടേസ്റ്റ് കളയണ്ടാട്ടാ. ചെകളരി പിടിപ്പിച്ചോളാം. വയറിൻ്റെ ഉള്ളിലും ഒക്കെ വേണം, നന്നായി തേച്ച് പിടിപ്പിക്കുക. അത്രയും ഉള്ളൂ, ഇതിൽ വേറെ പണികളൊന്നുമില്ല. പിന്നെ നമുക്ക് വറക്കുമ്പോൾ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ട് അതിന് മീതിട്ട് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ അങ്ങനെ അടന്നടന്ന് പോരുന്നതല്ലേ, അപ്പം ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. എന്തിട്ട് പറയാ അല്ലേ? അതാണ്. നമ്മുടെ മീൻ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യുന്നു കേട്ടോ, നമുക്ക് വറുത്തെടുക്കാൻ. നമ്മളതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്തോട്ടെ. മീൻ പാകം കുറച്ചേരാ കുറേ ബുദ്ധിമുട്ടിയതാണേ, അപ്പം അതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് കരിഞ്ഞ് കരിക്കൊള്ളിയാവും. എല്ലാം തന്നെയല്ല പൊട്ടിത്തെറിക്കും അത്. അങ്ങനെ 3 പിലോപ്പിട്ടാ നമ്മൾ വറുക്കാൻ. കുറേ നാളായിട്ട് നമ്മൾ പിലോപ്പി തിന്നിട്ട്, കുറേ നാളായി. ഈ പിലോപ്പി വറുത്തൊരു സബോള മേടിച്ചിട്ടല്ലേ ചേട്ടാ? മുളക് കഴിഞ്ഞിട്ടാ. എന്തുട്ട് ചെയ്ത് 4 കിലോ മേടിച്ചത്? 4 കിലോ ഒന്നും മേടിച്ചിട്ടില്ല. അല്ല, എന്തുട്ട് അതുകൊണ്ട് ചെയ്ത് നടന്നപ്പോ നമ്മള് കൂട്ടാനിക്ക് പട്ടികാട് പോകുമ്പോ സബോള മേടിച്ചോളൂ. പറയാൻ കാരണം നമ്മുടെ പിലോപ്പിയിലേക്ക് സബോളയും കൂടി ഇങ്ങനെ അരിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ്. സത്യം ശരി. സബോള കഴിഞ്ഞു, സബോള കഴിഞ്ഞ കൂട്ടാൻ അത് മേടിച്ചല്ലേ നമ്മള്. വെള്ളം എടുത്തിരിക്കണ്ട.
അല്ല അയ്യോ എവിടേക്ക് പോകണം നമ്മള് മസാലപ്പൊടി കുരുമുളക് അപ്പുറത്തണം ഇല്ലാത്ത എങ്ങനെ ഇടാ പൊടിച്ചിരി പൊട്ടുന്നിട്ടാ കുരുമുളക് ഇവിടെ കാണാനില്ലല്ലോ മസാല വെച്ചിട്ടോ അത് നല്ലത് കുരുമുളക് കുറവാണ് കുരുമുളക് പൊടിച്ചത് കഴിഞ്ഞതായി അപ്പം നമ്മൾ മസാല കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അതാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്നുകൊണ്ട് തളരാൻ പാടില്ല. അതെ നമുക്ക് കറിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അത് കറി വയ്ക്കാം അവിടെ. അപ്പോൾ നമ്മൾ മീനൊരു വിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഞങ്ങൾ മുരിക്കണില്ല. അങ്ങനെ രണ്ടാമത് എടുത്തു. ചേട്ടാക്കി ഇന്നാട് വെക്കിയിട്ട് അതിൻ്റെ അത് പിടിക്കും പിടിക്കണല്ലേ. ശരിക്കും ഇവിടെ ചോറാണ് വേണ്ടിട്ടാ. പക്ഷെ നമ്മൾ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. പൊറോട്ടയോടെ കഴിക്കാനാണ് കേട്ടാ. പൊറോട്ടയും ചാറും മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാണ് കേട്ടാ. ചപ്പാത്തി നല്ല രസമുള്ള ചപ്പാത്തി. ചപ്പാത്തി അല്ലേ അത്? പൊറോട്ടയാണ്. എന്താലേ അത് കുഴപ്പമില്ല. ഒരു തെറ്റാർക്കും പറ്റും. ഒരു തെറ്റേ പറ്റാവൂ. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കണൊക്കെ കാണുന്നുണ്ടാവില്ലോ അല്ലേ? അല്ലേ ഞാൻ ഉയരം പറഞ്ഞ തന്നെ എല്ലാവർക്കും ഹായ്. സംശയം ഇത് രാവിലെ ഉപ്പ് തന്നെയായിരുന്നു മൊത്തല്ലേ കൂടുതലേ. അല്ല ഇതിപ്പോ ഹോട്ടലിൽ മേടിച്ചതാണല്ലോ. അതിന് കുഴപ്പമില്ല, കൂടുതലൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്റെ വെക്കട്ടായാലും കൂടുതലായിരുന്നു ഹോട്ടലിൽ സമാധാനിക്കാം. കൂടുതലില്ല പൊടിക്ക്. നമ്മുടെ മീൻ സൂപ്പറാണ് കേട്ടോ. മീനെന്നാ പൊളിക്കുമ്പോഴില്ല ഇങ്ങനെ വെള്ളം നോക്കില്ല, നടന്ന് വരും. ഫിലോസഫി പണ്ടും ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു നാളത്ത് പഠിക്കാല്ലേ. ചാള മേടിച്ച് മടുത്തു. ചെറിയ എത്ര ചാളയാ. അപ്പം അത് കാരണം ചാളയോട് വലിയ താല്പര്യമില്ല. അതിലാണെങ്കിൽ നമുക്ക് വയറിന് പറ്റില്ല. പിന്നെ നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതിക്ക് അനുസരിച്ച് മേടിക്കാൻ പറ്റിയത് ഇതാണോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.